ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പീസാക്കി വാങ്ങിയതാണ് കേട്ടോ. ചില്ലി ചിക്കന് പീസാക്കി തരാൻ പറഞ്ഞാൽ നമ്മൾ മിക്ക കടകളിലും ഇപ്പോൾ പീസാക്കി തരും. അപ്പോൾ അത് പീസാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് മൈദയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതിത്രയും ചേർത്ത് ഒന്ന് കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് വയ്ക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2 മുട്ടയും കൂടെ ചേർക്കണം കേട്ടോ. അത് ഞാൻ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. അപ്പം അത് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഈ മിക്സ് ചെയ്ത സമയത്താണ് ഞാൻ ഓർത്തത് മുട്ട ചേർത്തില്ല എന്ന്. അങ്ങനെ പിന്നെ ഞാൻ 2 മുട്ടയും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ആവശ്യത്തിന് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് ചിക്കനിലോട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. കൈ കൊണ്ട് ഒരു 2-3 ഡ്രോപ്സ് ഒന്ന് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുമ്പം തെളിക്കുന്ന കണക്ക് ഒന്ന് തെളിച്ച് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് കിട്ടും. ഒരുപാട് നമ്മൾ ചിക്കൻ പക്കോട പോലെയൊക്കെ മുക്കി പൊരിക്കുന്ന ആ ഒരു ടൈപ്പ് വേണ്ട. ഒരുപാട് കോട്ടിങ് ആയാലും നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ കുഴച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്താണ് വെച്ചിരുന്നത്. ഫ്രിഡ്ജിൽ വെക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യുക. ഞാൻ അത്രയും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഞാനൊരു 2-3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിലധികം എണ്ണയൊഴിച്ച് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. എനിക്ക് കുറച്ചധികം സമയമുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കുറേശ്ശെയാണ് ഒരു 3 ബാച്ചായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വറുക്കുന്ന സമയത്ത് നിങ്ങൾ ഇട്ട ഉടനെ ചിക്കനൊന്ന് ഇളക്കാൻ നിൽക്കരുത്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് ആ ഒരു ചിക്കനൊന്ന് ചൂടായി എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി റെഡി ആകുമ്പോഴത്തേനും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ ആ കോട്ടിംഗ് ഒന്നും പോവാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ദാ ഫസ്റ്റ് ബാച്ച് ഞാൻ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ഇട്ടു. അപ്പോൾ ഈ ചിക്കൻ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അരിഞ്ഞ് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇതാ ക്യൂബായിട്ട് അരിഞ്ഞ് 3 സവാള, വലിയ സവാളയായിരുന്നു കേട്ടോ. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് എടുക്കാം. പിന്നെ 2 ക്യാപ്സിക്കം, 3 എണ്ണമാണ് ഞാൻ വാങ്ങിയത്. അതാണ് ഞാൻ 3 പെട്ടെന്ന് പറഞ്ഞത്. 2 ക്യാപ്സിക്കം മതി, അതും ക്യൂബായിട്ട് അരിഞ്ഞത്. പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള നമ്മുടെ ഇഞ്ചി, അത് പിന്നെ കുറച്ചധികമാണ് നമുക്ക് വെളുത്തുള്ളി വേണ്ടത്. ഇതിന് വെളുത്തുള്ളിയാണ് ആവശ്യം. അപ്പം അത്യാവശ്യം ഒരു വലിയ വെളുത്തുള്ളിയും പിന്നെ 3 പച്ചമുളകും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ അതാ ചിക്കനെല്ലാം ഞാൻ വറുത്ത് കഴിഞ്ഞു. ഒരു ചട്ടിയിലോട്ട് ചിക്കൻ വറുത്ത അതേ എണ്ണ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതൊഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും, നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളിയാണ് കുറച്ച് മുന്നിൽ നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2 പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മുരിയണ്ട. നമുക്കറിയാമല്ലോ ചില്ലി ചിക്കനിൽ നമുക്കെല്ലാം നല്ല റോയായിട്ട് എന്നാൽ വെന്തതുമാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന, ഒരുപാട് മൂക്കണ്ട, ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് വരുമല്ലോ നമുക്ക്. ആ സമയത്ത് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യൂബായിട്ട് അരിഞ്ഞ സവാള. അപ്പോൾ സവാളയ്ക്കകത്ത് ഇപ്പോൾ ഉപ്പിടേണ്ട, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് സോസുകളാണ്. അതായത് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ്, ഇതിനെല്ലാം അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സവാളയിൽ ഉപ്പ് ചേർത്ത ആ ഒരു സോസ് ചേർക്കുമ്പോൾ അതിനേക്കാളും ഉപ്പ് നമുക്ക് തോന്നിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു ഗ്ലാസ് ആവുന്ന, ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ മതി നമ്മുടെ ഉള്ളി ഒന്ന് കുക്കായാൽ മതി. അത്രയും മതി, ഒരുപാട് കുക്കാവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന 2 ക്യാപ്സിക്കം അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ കഴിക്കുമ്പം നമുക്ക് ഈ ഉള്ളിയും ക്യാപ്സിക്കം നമുക്കൊരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ. ആ ഒരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഒരുപാട് വഴറ്റാതെ ആവശ്യത്തിന് മാത്രം ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് നേരം വഴറ്റാൻ പറ്റുന്നില്ല എങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. നമുക്കിത് രണ്ടും നല്ല പെട്ടെന്ന് കുക്കായി കിട്ടും. അതിന് ശേഷം ഞാൻ നമ്മുടെ പച്ചമുളക്, ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എരിവ് നോക്കിയിട്ട് എത്രയാണോ പച്ചമുളക് വേണ്ടത് അത്ര എടുക്കുക. അപ്പം ഞാൻ പിള്ളേരൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് 3 മാത്രമേ എടുത്തിട്ടുള്ളൂ.
ഇനി ലാസ്റ്റ് നമുക്ക് കുരുമുളക് കൂടെ ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ഒന്ന് കുക്കായി സെറ്റായി വന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. നമുക്കൊരു കളർ അതൊന്ന് വാടി വരുമ്പം നമുക്കതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസ്. അപ്പം ഇപ്പോൾ പല ബ്രാൻഡിൻ്റെ ടൊമാറ്റോ സോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ ടൊമാറ്റോ സോസിന് പല ഫ്ലേവേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സോസ് വേണ്ടത് അതനുസരിച്ച് ഒഴിക്കുക. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്വീറ്റ് ചില്ലി സോസാണ് കേട്ടോ. രണ്ടാമത് ഞാൻ ഒഴിച്ചത് സ്വീറ്റ് ചില്ലി സോസാണ്. അത് റെഡ് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വീറ്റ് ചില്ലി സോസ് ഇല്ല എങ്കിൽ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ് ചില്ലി സോസ് ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ്, നമ്മുടെ നോർമൽ ചില്ലി സോസ് ഉണ്ടല്ലോ, അത് 1/4 കപ്പിനും കുറച്ചും കൂടെ താഴെ നിൽക്കുന്ന രീതിയിൽ ചില്ലി സോസ് ഒഴിക്കുക. പിന്നെ ഒരു 3 to 2.5 ടേബിൾ സ്പൂൺ സോയാ സോസ് അത് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നോർമൽ വാട്ടറിൽ കലക്കി ഞാൻ കട്ടയില്ലാതെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ സോസൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ കലക്കി വെച്ചേക്കുന്ന വെള്ളം. അപ്പോൾ നിങ്ങൾ ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കോൺഫ്ലവർ അവിടെ കട്ടയായിട്ട് മാവായിട്ട് കിടക്കും. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഈ കോൺഫ്ലവറും നമ്മുടെ സോസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടൊരു സ്മെല്ല് നമുക്ക് കിട്ടും. ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചില്ലി ചിക്കൻ്റെ പീസസ് നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നല്ലപോലെ കോട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്കിപ്പം ഒരുപാട് ഗ്രേവി ടൈപ്പ് വേണ്ട, അതായത് ഒരുപാട് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കാം. എന്നാലും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം. അതുകൊണ്ട് ഞാനൊരു 2-2.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഈ അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് തിള വരുമല്ലോ. തിള വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്ത കുരുമുളകാണ്. അപ്പം നിങ്ങൾക്ക് ക്രഷ് ചെയ്തത് വേണ്ട, പൊടി മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം. പക്ഷേ ക്രഷ് ചെയ്തതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, അധികം എരിവില്ലാത്ത കുരുമുളകായിരുന്നു കേട്ടോ. കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഇനി വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്പ്രിങ് ഒണിയനാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാം. എനിക്ക് കടയിൽ നിന്ന് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.